ഹിജറ 335 കാലഘട്ടങ്ങളിലൊക്കെ ജനിച്ച് ഈജിപ്തിൽ ഖുത്ബ നടത്തിയിരുന്ന ഇബ്നു നുബാത്തിയ എന്ന് പറയുന്ന പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ഖുത്ബകൾ ശേഖരിച്ച് സമാഹരിച്ച് ഗ്രന്ഥമാക്കി. ഇന്ന് കേരളത്തിൽ 2 നിലക്കാണ് ഖുത്ബകൾ നടക്കുന്നത്. ഒന്നുകിൽ ആശയങ്ങളെ മലയാളത്തിൽ ജനങ്ങളുടെ ഭാഷയിൽ തുറന്ന് സംസാരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഖുത്ബകൾ, അല്ലെങ്കിൽ ഇബ്നു നുബാത്തിയ എന്ന ഹിജറ 335 കൊല്ലങ്ങളിൽ ജീവിച്ച ആ കാലഘട്ടത്തിലെ അറബികളോട് സംസാരിച്ച അറബി ഖുത്ബയുടെ പുസ്തകമെടുത്ത് അറബിയിൽ വായിച്ചു കൊടുക്കുന്ന ഖുത്ബയുണ്ട്. രണ്ടിലും പറയുന്ന വിഷയം വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മരണത്തെക്കുറിച്ചാണ്. സംശയമുള്ളവർ തുറന്ന് ഇന്ന് പള്ളിയിൽ ചെന്ന് ഉസ്താദിനോട്, ഭക്ഷണം കൊടുക്കുന്ന, വരിസംഖ്യ കൊടുക്കുന്ന, മാസാമാസം മുടങ്ങാതെ ശമ്പളം കൊടുക്കുന്ന നമ്മുടെ മഹല്ലിലെ ഉസ്താദുമാരോട് ചോദിക്കണം, ഇബ്നു നുബാത്തിയ എന്ന പണ്ഡിതന്റെ നിങ്ങൾ മിമ്പറിൽ വെച്ച് വായിച്ച ഖുത്ബയുടെ അറബി ഒന്ന് പറഞ്ഞു തരാമോ? 5 ഖുത്ബ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ മരണമെന്നാണ്. അതിന്റെ അർത്ഥം അവർ പറയാത്തത് കൊണ്ട് ഞാൻ അതിലെ ചില വരികൾ നിങ്ങൾക്ക് വായിപ്പിച്ചു കേൾപ്പിക്കുകയാണ്. ആ ഖുത്ബയിൽ പറയുന്നത് ഇതാണ്: വഖാലൽ ഹസൻ വൽ ഹുസൈൻ ബാകീന വജദ്ദാ. ഇബ്നു നുബാത്തിയ ഹിജറ 335 ആ ഖുത്ബ പറയുമ്പോൾ അവർക്ക് നബിദിനം പരിചയമില്ല, നബിദിനാഘോഷം പരിചയമില്ല. അവർക്ക് പരിചയമുള്ളത് പ്രവാചകന്റെ മരണമാണ്. അദ്ദേഹം ഖുത്ബയിൽ പറയാണ്, അന്ന് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വജദ്ദാ, ഞങ്ങളുടെ വല്ലിപ്പാക്ക് എന്തു പറ്റി? വഖാലത്ത് ആയിഷ യാ അബൽ ഖാസിമ, ആയിഷ റളിയല്ലാഹു അൻഹ വിതുമ്പിക്കൊണ്ട് പറയുന്നുണ്ട്, അബുൽ ഖാസിമേ എന്തു പറ്റി? മരണത്തിന്റെ വേദനിക്കുന്ന മുഖത്ത് വെച്ചുള്ള സംസാരമാണ്. എന്നിട്ട് ആ ഖതീബ് ചോദിക്കുന്നു, ഏത് കണ്ണുനീരാണ് ഈ വാർത്ത കേട്ടിട്ട് ചാലിട്ടൊഴുകാത്തത്? മിമ്പറിൽ വെച്ചുകൊണ്ട് കരയാൻ പറയുന്ന ഖതീബുമാര് താഴെ ഇറങ്ങിയിട്ട് ആഘോഷിക്കുന്ന പോലെ വലിയ ആഘോഷമായി ബൾബ് കെട്ടി തൂക്കി റാലി നടത്തിയിട്ട് ആഘോഷിക്കാൻ പറയുന്ന ഈ വിരോധാഭാസം എന്നവസാനിക്കും? ജനങ്ങൾ വിഡ്ഢികളാണെന്നവർക്കറിയാം. ഖുത്ബയിൽ പറയുന്നത് കരയാത്ത കണ്ണുനീർ ആർക്കാണുള്ളത്? പ്രവാചകന്റെ മരണത്തെ കുറിച്ച് പറയാം. മറ്റൊരു ഖുത്ബയിൽ അതേ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആ നബിന്റെ മരണരംഗം കാണുന്നവനൊക്കെ കരഞ്ഞു പോകുന്ന രംഗമാണ്. അവിടെ നിന്ന് ദഫ്മുട്ടും പാട്ടൊന്നും പറയണില്ല. ആ രംഗം കാണുന്നവരൊക്കെ കരയുന്നതാണ്. അത് കാണുന്ന ചിന്തിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ്? എപ്പോഴാണ് മടക്കയാത്ര എന്ന് അറിയാത്ത നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? എല്ലാവരും ഒന്ന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചോളിന്നാണ് ഖുത്ബയിലൂടെ അറബിയിൽ വായിച്ചു കൊടുക്കുന്നത്. സാധുക്കൾ ഉറങ്ങി എണീറ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്തേക്കും പിന്നീട് അവർക്ക് കൊടുക്കുന്ന ഡോസ് നബിദിനാഘോഷത്തെക്കുറിച്ച്.